Hello friends, Assalamu alaikum. Welcome back to another Ramadan vlog. രാവിലെ സ്കൂളിൽ പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഇബു. എക്സാം ആണല്ലോ, അതുകൊണ്ട് രാത്രിയിൽ പഠിപ്പിച്ചത് ഒന്നും കൂടി റിവിഷൻ ചെയ്ത് കൊടുക്കുകയാണ്. റമദാൻ ആയതിനാൽ കുറച്ച് നേരത്തെ വിടാറുണ്ട്. ഒരു 11:30-12 മണിയാകുമ്പോഴേക്ക് ആളിങ്ങെത്തും. വീഡിയോ എടുക്കുന്നത് ഫ്രണ്ടിനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ആൾ സ്കൂളിലേക്ക് പോയി. ഇന്ന് നോമ്പ് തുറക്കാൻ മുന്തിരി ജ്യൂസാണ്, അപ്പോൾ അത് വേവിച്ചൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ഇറാനി പോള ഉണ്ടാക്കണം, അപ്പോൾ അതിനുള്ള ചിക്കനൊക്കെ വേവിച്ച് മസാലയൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം എണ്ണയിൽ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, കുറച്ച് പെപ്പർ പൗഡർ ഇവയൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ചിക്കൻ മസാല കൂടി ആഡ് ചെയ്യണം. പിന്നെ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിൽ പൾസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് വാങ്ങി വെക്കുക. പിന്നെ കായ്പോള കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കായ്പോള വേഗത്തിൽ റെഡി ആവുമല്ലോ, അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനുള്ള ഇറാനി പോളക്കുള്ള ബാറ്റർ റെഡിയാക്കി വെക്കണം. 1 ഗ്ലാസ് പാല്, സെയിം ഗ്ലാസ്സിൽ തന്നെ മൈദ, പിന്നെ ഓയിൽ, 3 മുട്ട, കുറച്ച് ഗരം മസാല, ഉപ്പ്, പെപ്പർ പൗഡർ ഇതൊക്കെ ഇട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് ഫസ്റ്റ് ഒരു ലെയർ ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ മസാല ഇടുക. പിന്നെ വീണ്ടും ഒരു ലെയർ ഒഴിക്കുക, അതിൻ്റെ മേലെ മസാല ഇടുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കുക. ഇറാനി പോള കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്രേപ്പ് ജ്യൂസ് അടിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. അങ്ങനെയാണെങ്കിൽ നോമ്പ് തുറക്കുമ്പോഴേക്ക് നല്ല കോൾഡായിട്ട് വരുമല്ലോ. പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വെള്ളയും ചുവപ്പും അല്ലാത്തൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. എന്തായാലും കളയാൻ കഴിയില്ലല്ലോ, ഏതായാലും മധുരമില്ലാത്തതല്ലേ, എന്തായാലും പച്ചക്ക് തിന്നാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മധുരമൊക്കെ ഇട്ട് ജ്യൂസ് റെഡിയാക്കി വെച്ചു. ഇറാനിപ്പോൾ ഉള്ള അടിപൊളിയായിട്ടുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്, പിന്നെ കഴിക്കാനും സൂപ്പറായിരുന്നു. അങ്ങനെ ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. നോമ്പ് തുറക്കാറായിട്ടുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വേഗത്തിൽ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഇന്നത്തെ നോമ്പ് തുറ നല്ല രീതിയിൽ കഴിഞ്ഞു. ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞ് രാത്രിയിലേക്കുള്ള ഫുഡിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇശാവും തറാവിയൊക്കെ ചെയ്യാനുണ്ട്. ഇന്ന് ഫുഡ് ചെമ്മീൻ റോസ്റ്റും പത്തിരിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ്. മിനിഞ്ഞാന്നുണ്ടാക്കിയ ചെമ്മീൻ്റെ ബാലൻസ് ആയിരുന്നു. അപ്പോൾ ഇത് ഉണ്ടപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു. പിള്ളേർ പറഞ്ഞു പത്തിരിക്ക് എന്തായാലും ചെമ്മീൻ റോസ്റ്റ് മതിയെന്ന് മോൻ വാശി പിടിച്ചതുകൊണ്ട് പിന്നെ ചെമ്മീൻ റോസ്റ്റ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. 3-4 പേരല്ലേ ഉള്ളൂ, അപ്പോൾ അത്രയും പത്തിരി ആക്കാനുള്ളൂ. അപ്പോൾ കുറച്ച് മാത്രമേ കുഴക്കുന്നുള്ളൂ. ഇനി അഥവാ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ രാവിലെ പിള്ളേർക്ക് കറിയിലിട്ട് തിളപ്പിച്ച് കൊടുക്കും. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഉരുളകളാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ ചുട്ടെടുക്കാൻ പറ്റും. ഇത് വേഗത്തിൽ ചെയ്തിട്ട് വേണം മക്കളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. നോമ്പും എക്സാം എല്ലാം ഒരുമിച്ചായിപ്പോയല്ലോ, അതുകൊണ്ട് തന്നെ ഒന്നിനും ഒരു സമയമില്ലാത്തതുപോലെയാണ്. പിന്നെ എന്തായാലും ശ്രദ്ധിച്ചല്ലേ പറ്റുള്ളൂ. നോമ്പാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എക്സാം എന്തായാലും ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ആനുവൽ എക്സാം ആണല്ലോ. ചൂടും എക്സാമും അതിൻ്റെ കൂടെ നോമ്പും എല്ലാം കൂടി ഒരുമിച്ചായിപ്പോയി. എന്തായാലും ഒരു ടാസ്ക് തന്നെയാണ്. ചെമ്മീൻ റോസ്റ്റ് ഇന്നൊരു വെറൈറ്റി ടേസ്റ്റിലാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് പിള്ളേർക്ക് നല്ലോണം ഇഷ്ടമായി. ഇനി വേഗത്തിൽ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കണം. പിന്നെ ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, പിന്നെ കാണാം. ബൈ.